ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒമാനിലെ തന്നെ ഏറ്റവും വലിയൊരു മോസ്കിലാണ്, ദ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. സോ ഇന്നലെ ഈ മോസ്കിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ദ ഗ്രേറ്റ് സുൽത്താൻ കാബൂസിൻ്റെ 30ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ പണി കഴിപ്പിച്ച ഒരു മസ്ജിദാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മോസ്കിന്. അപ്പോൾ അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഒമാനിൽ വരുന്നവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ, മസ്ജിദിൻ്റെ എൻട്രൻസ് അടിപൊളി വ്യൂ കേട്ടോ. നേരത്തെ കാണുമ്പോൾ തന്നെ അടിപൊളി ഒരു പോസിറ്റീവ് മൂഡാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓക്കെ, സോ ഗൈസ്, ഇതാണ് കേട്ടോ പള്ളിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ മസ്ജിദ്. അതറിയാം നിങ്ങൾക്കായിരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് മണൽക്കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പണിയിപ്പിച്ച ഒരു മസ്ജിദാണിത്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യാൻ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് പോയിട്ട് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. നിങ്ങളും കൂടി വന്നു. പള്ളിയായതുകൊണ്ട് നമുക്ക് അധികം സൗണ്ടിൽ വർത്താനം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കണം കേട്ടോ. ഏകദേശം ഈ കാർപ്പറ്റ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്ത പേർഷ്യൻ കാർപ്പറ്റാണിത്. ഏകദേശം 600ഓളം പേർ 4 വർഷം കൊണ്ട് നെയ്തുണ്ടാക്കിയൊരു കാർപ്പറ്റാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ജനലിൻ്റെയൊക്കെ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി. ഇതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗൈസ്, ആ ലൈറ്റിനുണ്ട് പ്രത്യേകത. അതായത് ലോകത്തിൽ 8.5 ടൺ ഭാരമുള്ളൊരു ലൈറ്റാണ് നിങ്ങൾ മുമ്പിൽ കാണുന്നത്. 6 ലക്ഷം സ്ട്രവോസ്കി ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു ലൈറ്റാണ് നിങ്ങൾ കാണുന്നത്. അത്രയും ഭാരം കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നുമെങ്കിലും നിങ്ങളിവിടെ വന്ന് ഒരു 8-10 ഹൈറ്റും ഉണ്ടത്. അതെ, നിങ്ങളിവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രത്യേകത മനസ്സിലായി. ഇപ്പോൾ ഈ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടിരിക്കും കാണുന്നുണ്ടാകുക. അത് അയാളെ സൈസ് നോക്കൂ, താഴെ നിൽക്കുന്ന ആളെ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ സൈസ് മനസ്സിലാവും. ഏകദേശം 8-10 ആൾ നേരെ നിന്ന് കഴിഞ്ഞാൽ മേലെ നിന്ന് കഴിഞ്ഞാലുള്ളൊരു ഹൈറ്റ് ഉണ്ട് ഈ ലൈറ്റിന്. സോ ഗൈസ്, നിങ്ങളിതൊന്നും ജീവിതത്തിൽ മിസ് ചെയ്യാൻ പാടില്ല. ഒരു തവണയും നിങ്ങളിതൊക്കെ വന്ന് കാണണം ഇവിടെ. ഗൈസ്, ഇത് നോക്കി നിങ്ങൾ, ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. ടൈൽസ് പോലത്തെ വേറൊരു സംഭവമാണിത്. പക്ഷേ ഇതും നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം ടെക്സ്ചറൊക്കെ നിങ്ങൾ നോക്കിയോട്ടെ, എന്താ സംഭവം. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നല്ല. ഇവിടെ ഒമാനിൽ വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് ഞാൻ വന്നതാണ് യൂട്യൂബിലേക്ക്. അപ്പോൾ എന്ത് പോരായ്മകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മസ്ജിദും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ദുബായിലെത്തിയിട്ടില്ല എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ബൈ. ഓക്കെ.